2025 ജനുവരി 13 നടന്ന ഇസഡ്മോർ തുരങ്കത്തിന്റെ ഉദ്ഘാടനം ലഡാക്ക് തന്ത്രപ്രധാന മേഖലയിലേക്കുള്ള കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്മാരകത്തെ അടയാളപ്പെടുത്തുന്നു. 8652 അടി ഉയരത്തിൽ 6.5 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് ഗംഗാഗീറിനെയും ശ്രീനഗറിൽ നിന്നും 68 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ടൂറിസ്റ്റ് പട്ടണമായ സോനാമാർഗിനെയും ബന്ധിപ്പിക്കുന്നു. ഇത് യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നു. അതായത് ഇപ്പോൾ 2 മണിക്കൂറിൽ കൂടുതലുള്ള യാത്ര 15 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാനാകും. ഇസഡ്മോർ തുരങ്കം നിർമ്മിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ശ്രീനഗർ സോനാമാർഗ് റോഡിന്റെ മഞ്ഞുവീഴ്ചയുടെ സാധ്യതയുള്ള ഭാഗങ്ങളെ മറികടക്കാമെന്നതാണ്. ദശാബ്ദങ്ങളായി ജനങ്ങളും സൈന്യവും വലിയ ലോജിസ്റ്റിക് പ്രശ്നങ്ങളുമായി ഈ പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും മോശം ശൈത്യകാലത്ത് 11,575 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പർവ്വത ചുരമായ സോജില ചുരം അഗാധമായ മഞ്ഞുവീഴ്ചയാൽ മൂടപ്പെട്ട് ലഡാക്കിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി വിച്ഛേദിക്കപ്പെടുന്ന സമയങ്ങളിൽ ഇസഡ്മോർ ടണൽ ശ്രീനഗറിലേക്കും ലഡാക്കിലേക്കും കണക്ടിവിറ്റിയിൽ മാത്രമല്ല സോജില പാസിന് വർഷം മുഴുവൻ ബദൽ സ്ഥാപിക്കുന്നതിന്റെ നേട്ടത്തെയും അടയാളപ്പെടുത്തുന്നു. സോജില ടണൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സുപ്രധാന പദ്ധതിയുടെ ഭാഗമാണ് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഇസഡ്മോർ തുരങ്കം. സോജില ടണലിന്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുന്നതിനാൽ ഈ ഇരട്ട പദ്ധതികൾ ഈ പ്രദേശത്തേക്കുള്ള, അതായത് പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തികളിലേക്കുള്ള സൈന്യത്തിന്റെ പ്രവേശനക്ഷമതയെ അടിമുടി മാറ്റാൻ സജ്ജീകരിച്ചിരിക്കുന്നു. സിവിലിയൻ യാത്രയിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇസഡ്മോർ തുരങ്കത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക പ്രാധാന്യവും ശ്രദ്ധേയമാണ്. തർക്കമുള്ള അതിർത്തികളിൽ, അതായത് പാകിസ്ഥാനും ചൈനയുമായുള്ള ലഡാക്കിന്റെ സാമീപ്യം അതിനെ ഒരു പ്രധാന പ്രതിരോധ കേന്ദ്രമാക്കി മാറ്റുന്നു. ശൈത്യകാലം ലഡാക്കിലേക്കുള്ള പ്രവേശനം ഫലപ്രദമായി തടയുമെന്നതിനാൽ വർഷങ്ങളോളം ഈ പാതയിലൂടെ സൈനികരെ എത്തിക്കാനും വിതരണം ചെയ്യാനും ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം ലോജിസ്റ്റിക് വെല്ലുവിളികൾ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ സൈന്യത്തിനുണ്ടായിരുന്ന വെല്ലുവിളികൾ കൂടിയാണ് ഈ പദ്ധതി വഴി ഇന്ത്യ എടുത്തു മാറ്റിയത്. ഇനി നമുക്ക് ഈ തുരങ്കത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി വ്യോമ ഗതാഗതത്തോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ എയർഫോഴ്സാണ് ശൈത്യകാലത്ത് ലഡാക്കിലേക്ക് സുപ്രധാന സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോകുന്നത്. കാരണം റോഡ് മാർഗം ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് ആ സമയങ്ങളിൽ അസാധ്യമാണ്. ഇസഡ്മോർ ടണൽ വഴി വർഷം മുഴുവനുമുള്ള കണക്ടിവിറ്റി, അതായത് വിന്യസിച്ചിരിക്കുന്ന സായുധ സേനയുടെ തന്ത്രപ്രധാനവും സെൻസിറ്റീവുമായ പ്രദേശത്ത് ഒരു സാഹചര്യത്തിലും തടസ്സങ്ങളില്ലാതെ വിഭവലഭ്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം വ്യോമഗതാഗതത്തെയും വ്യോമഗതാഗതം വഴിയുള്ള ലോജിസ്റ്റിക്കിനെയും ആശ്രയിക്കുന്നത് നന്നായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഒരു നിർണായകമായ അതിർത്തി മേഖലയിൽ ചെറിയ സുരക്ഷാ വീഴ്ചകളോട് പെട്ടെന്ന് പ്രതികരിക്കുക എന്നതാണ് ഏറ്റവും മുൻഗണന. നേരത്തെ സൈനിക വിന്യാസത്തിന് 1 മണിക്കൂർ ആവശ്യമായിരുന്നുവെങ്കിൽ ഇസഡ്മോർ ടണൽ ഈ മേഖലയിലെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കും. അങ്ങനെ അതിർത്തി മേഖലയിൽ ഒരു തന്ത്രപരമായ നേട്ടം നേടാൻ ഈ തുരങ്കം ഇന്ത്യയെ സഹായിക്കുന്നു. രണ്ടാമതായി ചെലവ് കുറഞ്ഞ ലോജിസ്റ്റിക്സ്. എയർ സപ്ലൈ മിഷനുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിനാൽ ഇന്ത്യൻ സേനയുടെ പ്രവർത്തന ചെലവ് നല്ല രീതിയിൽ കുറയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ സൈനിക വിമാനങ്ങൾ ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കായി കുറച്ചു തവണ മാത്രമേ ഉപയോഗിക്കൂ എന്നതുകൊണ്ട് ശരിയായ സമയങ്ങളിൽ കൂടുതൽ നിർണായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇന്ത്യൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും കഴിയും. അടുത്തതായി നമുക്ക് ഈ തുരങ്കത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഗുണങ്ങളൊന്ന് നോക്കാൻ ശ്രമിക്കാം. സൈനിക പ്രാധാന്യത്തിനപ്പുറം ലഡാക്കിനും പരിസരത്തിനും ഇസഡ്മോർ തുരങ്കം ഒരു സാമൂഹിക സാമ്പത്തിക അനുഗ്രഹമായിരിക്കും. എല്ലാ കാലാവസ്ഥയിലും വിശ്വസനീയമായ പ്രവേശനം നൽകുന്നതിലൂടെ തുരങ്കം നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും. ഇതെങ്ങനെയെല്ലാമാണെന്ന് വിശദമായി നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി അവശ്യ സേവനങ്ങളിലേക്കുള്ള മെച്ചപ്പെട്ട പ്രവേശനം. അവശ്യ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും കാര്യക്ഷമമായ ഗതാഗതം ഈ തുരങ്കം അനുവദിക്കുന്നത് വഴി ലഡാക്കിലെ ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, മറ്റാവശ്യങ്ങൾ എന്നിവയിലേക്ക് മെച്ചപ്പെട്ട പ്രവേശനം സാധ്യമാക്കുന്നു. ഇത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കൂടുതൽ കണക്ടിവിറ്റി അനുവദിക്കുന്നത് വഴി ആ മേഖലയിലെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു. രണ്ടാമതായി വിനോദസഞ്ചാരത്തിന് ഉത്തേജനം ലഭിക്കൽ. കാലങ്ങളായി സോനാമാർഗ് എന്നത് പ്രകൃതി രമണീയതയുടെ ഒരു ലക്ഷ്യസ്ഥാനമാണ്. എന്നിരുന്നാലും സീസണൽ കാലാവസ്ഥാ അസ്വസ്ഥതകൾ വർഷത്തിൽ ഭൂരിഭാഗവും സ്ഥലത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. ഇസഡ്മോർ ടണൽ പ്രവർത്തനക്ഷമമായതോടെ ടൂറിസം കുതിച്ചു കയറാൻ പോകുന്നതിനാൽ ആളുകൾക്ക് വർഷം മുഴുവനും സോനാമാർഗിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാകും. ഇത് പ്രദേശത്തിന് വലിയ സാമ്പത്തിക ഉത്തേജനമാകുമെന്നത് കൂടാതെ ഇത് പ്രാദേശിക ബിസിനസ്സുകളെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. ഈ തുരങ്കം തീർച്ചയായും ലഡാക്കിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും നീക്കത്തെ സുഗമമാക്കുകയും മേഖലയിലെ സാമ്പത്തിക വളർച്ചയെ ഫലപ്രദമായി നയിക്കുകയും ചെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, മറ്റ് പ്രാദേശിക ചരക്കുകൾ എന്നിവയും കൂടുതൽ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയുമെന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിക്കും.
അടുത്തതായി ഈ തുരങ്കം വഴിയുള്ള ഭാവി കണക്ടിവിറ്റിയെ പറ്റി നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഇസഡ്മോർ ടണൽ ഇന്ത്യ ചൈന ബോർഡർ റോഡുകളുടെ വലിയ സംരംഭത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലെ കണക്ടിവിറ്റി തുടർച്ചയായി ഉറപ്പാക്കുന്നതിനൊരു തുരങ്കവും റോഡ് ശൃംഖലയും നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു. തങ്കാങ്ല, ലച്ചൂങ്ല, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബരാലച്ചാല ടണലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ജോലികൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളിൽ ലഡാക്കിലെ തന്ത്രപ്രധാനമായ ടണലുകളും ഉൾപ്പെടുന്നു. ഇസഡ്മോർ ടണൽ പോലെയുള്ള ഇത്തരം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കേവലം കണക്ടിവിറ്റിയെ മറികടക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ടണൽ ശൃംഖല ഇന്ത്യയുടെ ഏറ്റവും സെൻസിറ്റീവ് അതിർത്തി പ്രദേശങ്ങളിൽ സുഗമവും തടസ്സമില്ലാത്തതുമായ പ്രവേശനം ഉറപ്പാക്കുന്നു. അതോടൊപ്പം ലോജിസ്റ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിലൂടെ അതിർത്തിയിലെ ഏത് സുരക്ഷാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ഇന്ത്യ കൂടുതൽ സജ്ജമാകുകയും ചെയ്യുന്നു. ഇത് കേവലം ഒരു സ്മാരക സിവിൽ എഞ്ചിനീയറിംഗ് നേട്ടത്തേക്കാൾ വളരെ കൂടുതലായതിനാൽ ഇന്ത്യക്കുള്ള ഇസഡ്മോർ ടണൽ ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കുന്നു. ഈ ടണൽ വഴി മേഖലയ്ക്ക് ലഭിക്കുന്ന സൈനികവും സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ തീർച്ചയായും ദീർഘകാലം നിലനിൽക്കും. ഈ ടണൽ സാമൂഹിക സാമ്പത്തിക വളർച്ചയിലെ മെച്ചപ്പെടുത്തലുകൾക്കൊപ്പം പ്രതിരോധ ലോജിസ്റ്റിക്സും കണക്ടിവിറ്റിയും വളരെയധികം മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ലഡാക്കിനെയും കാശ്മീരിനെയും തന്ത്രപ്രധാനമായ പ്രതിരോധ പ്രവർത്തനത്തിന്റെയും സാമൂഹിക സാമ്പത്തിക പുരോഗതിയുടെ ഹബ്ബുകളായി പുനർനിർമ്മിക്കുന്ന ഒരു സുപ്രധാന ആസ്തിയായി ഇസഡ്മോർ ടണൽ വേറിട്ട് നിൽക്കുന്നു.